ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിലെ ലാബ് ജോയിന്റ്, ടീ ജോയിന്റ്, കോർണർ ജോയിന്റ് എന്നിവ വിലയിരുത്തുന്നതിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: ഷീറ്റുകൾ തയ്യാറാക്കി അരികുകൾ വൃത്തിയാക്കുക, വെൽഡിംഗ് ടേബിളിൽ ലാബ് ജോയിന്റ്, ടീ ജോയിന്റ്, കോർണർ ജോയിന്റ് എന്നിവയുടെ രൂപത്തിൽ ഷീറ്റുകൾ സജ്ജമാക്കുക, കൂടാതെ ടാക്ക് വെൽഡ് ചെയ്യുക. GTAW പ്രോസസ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇനി നമുക്ക് GTAW മുഖേന ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിൽ SS ലാബ് ജോയിന്റ് വിലയിരുത്തുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റോൾ, സ്ക്രൈബർ, ബോൾ പിൻ ഹാമർ, ട്രൈ സ്ക്വയർ, ടോങ്സ്, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡുകൾ, വെൽഡിംഗ് ടോർച്ച്, കീയും സ്പാനറും, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ഗ്യാസ് റെഗുലേറ്റർ കം ഫ്ലോ മീറ്റർ, വെൽഡിംഗ് പവർ സോഴ്സ്, ഷീൽഡിംഗ് ആർഗൺ ഗ്യാസ് സിലിണ്ടർ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഫുഡ് സ്വിച്ച്, സെന്റർ പഞ്ച്. ഇപ്പോൾ നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള MS ഷീറ്റിൽ ലാബ് ജോയിന്റ്, ടീ ജോയിന്റ്, കോർണർ ജോയിന്റ് എന്നിവയുടെ പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. 150 mm നീളവും 50 mm വീതിയും 1.6 mm കനവും അനുസരിച്ച് ഷീറ്റുകൾ തയ്യാറാക്കി അരികുകൾ വൃത്തിയാക്കുക. വശങ്ങൾ ക്ലീൻ ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് വൃത്തിയാക്കുക. വെൽഡിംഗ് ടേബിളിൽ ലാബ് ജോയിന്റ്, ടീ ജോയിന്റ്, കോർണർ ജോയിന്റ് എന്നിവയുടെ രൂപത്തിൽ ഷീറ്റുകൾ സജ്ജമാക്കുക. 2 mm ഡയ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. %95 അലൂമിനിയവും 5% സിലിക്കണുമുള്ള ഫില്ലർ വയർ തിരഞ്ഞെടുക്കുക. 60 amps മുതൽ 90 amps വരെ കറണ്ട് സെറ്റ് ചെയ്യുക. ജോയിന്റിന്റെ രണ്ടറ്റത്തും ടാക്ക് വെൽഡ് ചെയ്യുക. ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഒരു പുഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ജോയിന്റിന് ലംബമായി ടോർച്ച് പിടിക്കുക. ട്രാവൽ ഡയറക്ഷനിലേക്ക് ഏകദേശം 15 മുതൽ 30 ഡിഗ്രി വരെ കോണിൽ പോയിന്റ് ചെയ്യുക. നിങ്ങൾ ഫില്ലർ മെറ്റൽ പിൻവലിക്കുമ്പോൾ ടോർച്ച് മുന്നോട്ട് പോകുന്ന ടാപ്പിംഗ് മോഷനിൽ ഫില്ലർ റോഡ് ചേർക്കുക. ബീഡ് പൂർത്തിയാക്കുക. അസംബ്ലി തണുപ്പിക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിക്കുക. ലെഫ്റ്റ് വാർഡ് ദിശയോട് ചേർന്ന് പോവുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. ഇനി നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള MS ഷീറ്റിലെ ലാബ് ജോയിന്റ് വിലയിരുത്തുന്നതിന് പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. പരിശോധനാ പ്രക്രിയയിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഡിഫക്ട്സുകൾ നോക്കാം. ബേൺ ഔട്ട്, കോൺവെക്സിറ്റി,
എക്സസീവ് റീഇൻഫോഴ്സ്മെന്റ്. uneven ripples. ഇനി നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിൽ SS T ജോയിന്റ് വിലയിരുത്തുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയ നോക്കാം. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡഡ് T ജോയിന്റ് സജ്ജമാക്കുക. ജോയിന്റിന് ലംബമായി ടോർച്ച് പിടിക്കുക. ട്രാവൽ ഡയറക്ഷനിലേക്ക് ഏകദേശം 15 മുതൽ 30 ഡിഗ്രി വരെ കോണിൽ പോയിന്റ് ചെയ്യുക. ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഒരു പടിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. നിങ്ങൾ പില്ലർ മെറ്റൽ പിൻവലിക്കുമ്പോൾ ടോർച്ച് മുന്നോട്ട് പോകുന്ന ടാപ്പിംഗ് മോഷനിൽ പില്ലർ റോഡ് ചേർക്കുക. ബീഡ് പൂർത്തിയാക്കുക. അസംബ്ലി തണുപ്പിക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് വൃത്തിയാക്കുക. ഇനി നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിൽ SS T ജോയിന്റ് വിലയിരുത്തുന്നതിന് പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ലെഫ്റ്റ് വാർഡ് ദിശയോട് ചേർന്ന് പോകുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ അറിയാൻ ബീഡ് പരിശോധിക്കുക. ബ്ലോ ഹോൾസ്, കോൺവെക്സിറ്റി, ഹമ്പുകൾ, uneven ripples. വെൽഡിങ്ങിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിലെ SS കോർണർ ജോയിന്റ് വിലയിരുത്തുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയ നോക്കാം. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡഡ് കോർണർ ജോയിന്റ് സജ്ജമാക്കുക. ജോയിന്റിന് ലംബമായി ടോർച്ച് പിടിക്കുക. ട്രാവൽ ഡയറക്ഷനിലേക്ക് ഏകദേശം 15 മുതൽ 30 ഡിഗ്രി വരെ കോണിൽ പോയിന്റ് ചേർക്കുക. ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഒരു പാഡിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക. നിങ്ങൾ ഫില്ലർ മെറ്റൽ പിൻവലിക്കുമ്പോൾ ടോർച്ച് മുന്നോട്ട് പോകുന്ന ടാപ്പിംഗ് മോഷനിൽ പില്ലർ റോഡ് ചേർക്കുക. ബീഡ് പൂർത്തിയാക്കുക. അസംബ്ലി തണുപ്പിക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ അറിയാനായി ബീഡ് പരിശോധിക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് വൃത്തിയാക്കുക. ഇനി TGW പ്രോസസ് വഴി ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിൽ SS കോർണർ ജോയിന്റ് വിലയിരുത്തുന്നതിന് പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ലെഫ്റ്റ് വാർഡ് ദിശയോട് ചേർന്ന് പോകുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. ഡിഫക്റ്റുകളിൽ നിന്ന് വെൽഡ് മുക്തമാണെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കുക. ബ്ലോ ഹോൾസ്,
കോൺവെക്സിറ്റി, ഹബ്ബുകൾ. Recap. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഡ്രോയിങ് അനുസരിച്ച് ഷീറ്റുകൾ തയ്യാറാക്കി അരികുകൾ വൃത്തിയാക്കുക, വെൽഡിംഗ് ടേബിളിൽ ലാബ് ജോയിന്റ്, ടീ ജോയിന്റ്, കോർണർ ജോയിന്റ് എന്നിവയുടെ രൂപത്തിൽ ഷീറ്റുകൾ സജ്ജമാക്കി ടാക്ക് വെൽഡ് ചെയ്യുക, GTAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. എന്തെങ്കിലും സർഫേസ് ഡിഫെക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.